ചെറുപ്പം തൊട്ട് എൻ്റെ ഫേവറേറ്റ് മിഠായിലുള്ള ഒന്നായിരുന്നു കേട്ടോ ഈ ഒരു സേമിയ മിഠായി. ഇതിന് പല പേരുകളുണ്ടോ തോന്നുന്നു അല്ലേ, പല സ്ഥലത്തും. നിങ്ങളുടെ അവിടെയൊക്കെ എന്തിന് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കൊരു 7 ആയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ഇങ്ങനെ ഏകദേശം മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഓവർ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അപ്പോൾ കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം പൊരിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ശർക്കര. ഞാനിവിടെ 250 ഗ്രാം ആട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് അത് ഏകദേശം 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു നൂൽ പരുവം, അതാവുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിയും അതേ സമയം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പൊടിച്ചെടുത്തിട്ടുള്ള മിക്സറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ബട്ടറോ നെയ്യോ പുരട്ടിയ പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം